Hi children, how are you? I know that all of you are staying safe in your home. We are going to study some English. We studied the lessons, the stories, how far is the river, the story a snake in the grass and a poem. When we studied the story, how far is the river? Don't you remember it? How far is the river? The boy went to see the river. When he reached there, he was very happy. He touched the river gently. He touched the water in the river gently. And that feeling was great for him. So, that day he was very, very happy. And it was a red letter day in his life. So, what is red letter? The words in red. And the red letter day എന്ന് പറഞ്ഞാൽ ചുവന്ന അക്ഷരങ്ങളിലുള്ള ദിവസം. അതെന്താ? It means an unforgettable day, a memorable day. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആ കുട്ടിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു ഏത്? ആ റിവർ കണ്ട ആ ദിവസം, റിവർ കാണാൻ പോയ ആ ദിവസം. So, we study a new phrase, a new words, a red letter day. What is that? അപ്പോൾ ആ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള അതിൻ്റെ മീനിങ് എന്താ? ചുവന്ന അക്ഷരങ്ങൾ ഉള്ള ദിവസം അല്ലേ? ഇറ്റ് മീൻസ് ദാറ്റ് എ മെമ്മറബിൾ ഡേ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇറ്റ് ഹാവ് എ ഡിഫറെൻറ്റ് മീനിങ്. ദാറ്റ് ഈസ് ഇഡിയം. അതാണ് എന്ത് ഇഡിയം എന്ന് പറഞ്ഞാൽ. ഇഡിയംസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് whose meaning is entirely different from the individual word. ഇൻഡിവിജ്വൽ വേർഡിൽ നിന്നും, അതായത് അതിപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന മീനിങ്ങിൽ നിന്നും അതിൻ്റെ വേർഡ് മീനിങ്ങിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് എന്തിനുണ്ടാവുക? ഇഡിയംസിന് ഉണ്ടാവുക. അപ്പം നമ്മൾ റെഡ് ലെറ്റർ ഡേ പറഞ്ഞതുപോലെ, അതായത് മലയാളത്തിൽ നമ്മൾ ശൈലി എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, എരുതിയിൽ എണ്ണൊഴിക്കുക. എരുതിയിൽ എണ്ണൊഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ടു make the problem worse. In English, we say it like that, add fuel to the fire. എരിതീയിൽ എണ്ണൊഴിക്കുക. To make the problem most worse. വളരെ മോശമാക്കുക എന്ന് പറയില്ലേ? The next one, crocodile tears. What is crocodile tears? You know that. What is crocodile? What is tears? But here, the idiomatic meaning of crocodile tears is false crying, crying insincere. ആവശ്യമില്ലാതെ അഭിനയിക്കുക എന്ന് പറയില്ലേ, കരച്ചിൽ അഭിനയിക്കുക. ദാറ്റ് ഈസ് crocodile tears. And look at the next one, once in a blue moon. What is once in a blue moon? Very rarely. We know that the blue moon, അത് എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ, ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോഴാണ് ബ്ലൂ മൂൺ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ വെരി റയർലി, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ദെൻ ബ്ലാക്ക് ഷീപ്പ്. വാട്ട് ഈസ് ബ്ലാക്ക് ഷീപ്പ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ്, ഇഡിയമാറ്റിക് മീനിങ് ഓഫ് ബ്ലാക്ക് ഷീപ്പ്? ആൻ ഓഡ് വൺ, എ മെമ്പർ ഇൻ എ ഫാമിലി or a group is regarded as a disgrace. അതായത് കൂട്ടത്തിൽ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു ഫാമിലിയോ പെട്ട മെമ്പറെ നമ്മൾ അതിൽ കൂട്ടത്തിൽ പെടാത്തത്, അല്ലെങ്കിൽ അപ്പോൾ ഒരു കഴിവുകളില്ലാത്ത ഒരാളെ നമ്മൾ മാറ്റി നിർത്തില്ലേ, അങ്ങനെയൊക്കെ പറയാൻ, അല്ലെങ്കിൽ ചതിയനായ ഒരാളെയൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബ്ലാക്ക് ഷീപ്പ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് cats and dogs. What is raining cats and dogs? We know raining, മഴ പെയ്യുക അല്ലേ? അപ്പം cats and dogs ഓ? It means that raining heavily with wind.
കാറ്റോട് കൂടി മഴ പെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വെരി നോയ്സി അല്ലേ, വളരെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ സൗണ്ടോട് കൂടിയൊക്കെ മഴ പെയ്യുന്നതിനാണ് നമ്മൾ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ സം ഇഡിയംസ് ഫോർ യു. അപ്പോൾ ഇത് എന്താ പറയുക, ചില എക്സാമ്പിൾസ്. ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ ഇഡിയംസ്. There is a work in your textbook to find out the meanings of some idioms and to fill in the blanks. Okay, I think all of you understand, all of you clear about the idioms. So you find out the meanings of those idioms and try to fill the questions. Okay, don't forget to do it. So students, we have studied a little about idioms. Now we are going to study about relative pronouns. What is relative pronoun? Relative pronoun is a word which used to connect two clauses. When there is a subordinate clause or main clause, we use relative pronouns to connect. കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് ക്ലോസുകളെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി, കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് റിലേറ്റീവ് പ്രൊനൗൺസ്. And we use the question words as the relative pronouns. The question words like who, when, where, which and that. We know that that is not a question word, that is a demonstrative. അപ്പോൾ ദാറ്റ് എന്ന വേർഡ് കൂടി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ, ഹൂ. എവിടെയാണ് നമ്മൾ ഹൂ യൂസ് ചെയ്യുക? വെൻ വി സ്പീക്ക് അബൌട്ട് ദി പീപ്പിൾ, വെൻ വി സേ അബൌട്ട് എ പേഴ്സൺ, വി യൂസ് ദ റിലേറ്റീവ് പ്രൊനൗൺ ഹൂ. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. മൈ അങ്കിൾ ജോൺ. മൈ അങ്കിൾ ജോൺ, who is a software engineer, has 4 cars. What's the meaning of that? My uncle John, എൻ്റെ അങ്കിൾ ആയിട്ടുള്ള ജോൺ അല്ലേ, who is a software engineer. അതാരാണ്? he is a software engineer and he has 4 cars. അതായത് അങ്കിൾ ജോൺ ആണ്, അങ്കിൾ ജോണിനെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്? 4 കാറുകളുണ്ട്. That is the use of who. Then look at another example. This is the man who taught me French. This is the man who taught me French. അതായത് ഇതാണ് ആ ആള് അല്ലേ, ഇതാണ് ആ ആള്. who taught me French, എന്നെ ഫ്രഞ്ച് പഠിപ്പിച്ച ആള്. So that is the use of who. When we speak about പേഴ്സൺസ്, ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏത് റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം? ഹൂ എന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ സെക്കൻഡ് വൺ, വെൻ. വി നോ ദാറ്റ് വെൻ ഈസ് കണക്റ്റഡ് വിത്ത് ഓർ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടൈം. ടൈമിനെ കാണിക്കാനായിട്ട്, അതായത് കാലം അല്ലെങ്കിൽ സമയം, അതിനെയൊക്കെ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? വെൻ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. Look at this example. Please clarify my doubt when you are free. Please clarify my doubt. നിങ്ങൾ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരണം. When you are free. എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്? That means it is related to time. എപ്പോഴാണോ, ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരണം. Please clarify my doubt when you are free. Then look at the next one. I don't know when this problem come to an end. I don't know. എനിക്കറിയില്ല എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുക അല്ലേ. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എപ്പോഴാണ് ആ പ്രശ്നങ്ങൾ അവസാനിക്കുക എന്ന് എനിക്കറിയില്ല. I don't know when this problem come to an end. That is the use of when. And you know, you study the relative pronouns very well and it will be very useful for you when you do the editing. അല്ലേ, നമ്മൾക്ക് എക്സാമിന് വരുന്നതാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. റിലേറ്റീവ് പ്രൊനൗൺസ് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ദെൻ കം ബാക്ക്.
Then the next one, were. The pronoun were. Were is related to, we know, were is related to place. അല്ലേ? പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേർ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. I found the place where my father had hidden my camera. I found the place where my father had hidden my camera. ഞാൻ കണ്ടുപിടിച്ചു എന്ത്? where my father, എൻ്റെ അച്ഛൻ എവിടെയാണോ എൻ്റെ ക്യാമറ ഒളിപ്പിച്ചു വെച്ചത് ആ സ്ഥലം, അല്ലേ? that place I found it, ഞാനത് കണ്ടുപിടിച്ചു. അപ്പോൾ where is used to denote the place. പ്ലേസിനെ പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? where എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. look at another example. Keep the keys. Keep the keys where you can find easily. നമ്മൾ എപ്പോഴും, അല്ലേ, കീസ്, കീപ് ദ കീസ്, കീസ് എവിടെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? ലുക്ക് അറ്റ് ദ വേർഡ് വേർ. എവിടെയാണ് നമ്മൾ കീസ് സൂക്ഷിച്ചു വെക്കേണ്ടത്? യു ക്യാൻ ഫൈൻഡ് ഈസിലി. എവിടെയാണോ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുക അവിടെ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ കീസ്, ചാവി സൂക്ഷിച്ച് വെക്കേണ്ടത്. സോ ദാറ്റ് ഇറ്റ് ഡിനോട്ട്സ്, വേർ ഡിനോട്ട്സ് ദി പ്ലേസ്. പ്ലേസിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? വേറെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? Are you clear at? Okay. Then look at the next one. Which or that. Which or that is used to relate the things. Relative pronoun ആയിട്ടുള്ള whichും thatും നമ്മൾ യൂസ് ചെയ്യുക തിങ്സിനെ കുറിച്ച് പറയുമ്പോഴാണ്. For example, the sweater that I bought in Delhi is cheap. The sweater, we know that the sweater is cheap. പക്ഷേ ഇവിടെ നമ്മൾ ദാറ്റ് ഐ ബോട്ട് ഇൻ ഡൽഹി, ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചത്, ഇറ്റ് ഗീവ്സ് us an extra information about that sweater. അല്ലേ? സ്വെറ്ററിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ ഏതെന്ന് കിട്ടുകയാണ്? കിട്ടുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ദാറ്റ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെയാണ് we use which. For example, കുറിഞ്ഞി flower. We all know about it. Kurinji flower, which blossoms once in 12 years, is really beautiful. We know that Kurinji flower is really beautiful. And when we use which with that sentence, we got an extra information that it blossoms once in 12 years. അതായത് എന്താണ് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ് നീലക്കുറിഞ്ഞി. നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ് വിച്ച് എന്ന റിലേറ്റീവ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ അവിടെ ആഡ് ചെയ്യുമ്പോൾ, അല്ലേ? കുറിഞ്ഞി ഫ്ലവർ വിച്ച് ബ്ലോസംസ് വൺസ് ഇൻ 12 years is really beautiful. So we studied about the relative pronouns who, when, were, which and that. I think all of you understand about it. Okay, so you try to make more examples using these relative pronouns and send to your teacher. Okay, thank you.